ഒരുമിച്ച് പാടുക. ശക്തിയെ ശക്തി എന്നിലേകളെ ദൈവസ്തുതി പാടിടാൻ ദൈവസേന ദൈവസ്തുതി പാടിടാൻ ദൈവസേന ഓ പാവനാവേ പരമേറേണം ദിവ്യശക്തി എന്നിലേക്ക് ഓ പാവനാവേ നമ്മളുടെ ജീവിത അനുഭവങ്ങളുടെ വചന പരിസരങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലന വിവേചിക്കുന്ന ഒരു ദൈവശുശ്രൂഷയാണിത്. അല്ലാതെ നമ്മൾ കൺവെൻഷനിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഒറേഷൻസും അതുതന്നെ പ്രൊക്ലമേഷൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വരുന്നവർ വചനപ്രഘോഷണത്തിന് വേണ്ടി വരണവരല്ല, ഇനി ധ്യാനിച്ച് നന്നാകാൻ വരണവരുമല്ല. കൃപാസനത്തിൽ കിട്ടിയിരിക്കുന്ന കർത്താവ് തന്ന കാരിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു കാഷ്വാലിറ്റിയെ അഭിമുഖീകരിക്കുമ്പോൾ, അത് കടമാകാം, രോഗമാകാം, ചിലപ്പോൾ ആശുപത്രിയിലെ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥയാകാം. അപ്പോൾ അതൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്ന പൊള്ളലും വേഗലുമൊക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം, ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പിന്നെ ജീവിതത്തിൽ കുടുംബത്തിലായാലും ശരി, നമ്മളുടെ ജോലിയും നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ല തകർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് പ്രൊഫഷണലി സന്തോഷമുണ്ട്, പക്ഷേ ഫാമിലി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണത്, ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്ക് തോന്നുപോയി. മക്കളൊക്കെ അവരുടെ തോന്നിവാസം പോലെയൊക്കെ ജീവിക്കണ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം, ഉറക്കം നിൽക്കണത്, വിഷമിച്ച് നടക്കണത്, ഇത്രയും ഞെരുക്കം അനുഭവിക്കണത് ആർക്ക് വേണ്ടിയാണ്? ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അങ്ങനെ തോന്നാം, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് തോന്നാം, ആർക്ക് വേണ്ടി. അപ്പം നമ്മൾ ചെയ്യണതേ, നമ്മൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ഞെരുങ്ങുകയും ഇല്ലായ്മയാകുക ചെയ്യുമ്പോഴേ ഈ വീട്ടിലെ കുഞ്ഞു പിള്ളേരുടെ കയ്യാങ്കളിയും അവരുടെ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതി ചില ആൾക്കാർ മരിച്ചവരുടെ വീട്ടിലിരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കാൻ കണ്ടിട്ടില്ലേ? അല്ല, നമ്മൾ ചില മരിപ്പ് വീട്ടിലേക്ക്, എല്ലാ വീട്ടിലാണ്, ചില മരിപ്പ് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ശവത്തിൻ്റെ വഴിയിൽ അങ്ങനെ കിടക്കും, മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നൊക്കെ വർത്തമാനം പറഞ്ഞു. ഞാൻ പല വീട്ടിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊരു മരിപ്പിന് പോയാൽ അപ്പോൾ ഈ ശവവുമായിട്ടൊരു ബന്ധമില്ല അവിടെ, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഈ മരിച്ച ആളുമായിട്ടൊരു ബന്ധമില്ല. ഇത് മരിക്കണമെന്ന് നിർബന്ധമില്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മളൊരു ശവം പോലെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ബന്ധം തോന്നത്തില്ല. നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കണമെന്നല്ലാതെ നമ്മുടെ വിഷമം ആർക്ക് വേണ്ടി നമ്മൾ വിഷമിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോഴേ ഈ എന്തിനാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ തോന്നും. ഇത് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങളാണ്. ഞാൻ പറയണത് നമ്മളെല്ലാവരും ഇങ്ങനെ മനുഷ്യരാൽ തോൽപ്പിക്കപ്പെടണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു 10-21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് 2-3 കാര്യങ്ങളെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ മനസ്സ് നിറഞ്ഞ് ഒരു ഭർത്താവിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭർത്താവ് അയാൾക്ക് പറ്റുന്ന മുഴുവനും സ്നേഹത്താൽ ഒരു വൈഫിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളായാലും ശരി, മതിമറന്ന അപ്പന്മാരെ മാതാമാരെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
2 കാരണങ്ങൾ അങ്ങനെ തോന്നാൻ കാരണം. ഒന്ന്, നിങ്ങളുടെ ഈ മാനുഷിക സ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ സ്പേസ് കുറഞ്ഞു വരും. അതാണ് ഒരു കാരണം. ദൈവത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും. നിങ്ങൾക്ക് യു ആർ കണ്ടൻറ്റഡ്, ആ സ്പേസ് ചുരുങ്ങിപ്പോകുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പൊരിഞ്ഞ തീവ്രമായ പ്രണയമാണ് ഭാര്യാഭർത്താക്കന്മാർക്കെങ്കിൽ പിരിയാൻ പാടായിരിക്കും. അവസാന കാലങ്ങളിലേ പിരിയാൻ പാടായിരിക്കും. ഞാനൊരിക്കലൊരു ആളും മരിച്ച്, എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരിപ്പിൽ ഞാൻ അപ്പോൾ ഇടവകയിലൂടെ മാറിപ്പോയിട്ട് കുറേ വർഷങ്ങളായി. എന്നാലും ഞാൻ ഇരുന്ന കാലത്ത് ഒത്തിരി സഹായിച്ച ആളാണ്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ വർക്കെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇടവക മരിപ്പ് വീട്ടിലോട്ട് ചെന്നപ്പോൾ ഉണ്ട് അവിടെ 2 ശവപ്പെട്ടി കിടക്കുന്നു. 2 ശവപ്പെട്ടിയിലും ആളുണ്ട്. ഞാൻ തന്നെ വല്ലാണ്ടായിപ്പോയി. നോക്കിയപ്പോൾ എന്താ, ഭർത്താവാണ് ആദ്യം മരിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച്. അവർക്കത് താങ്ങാൻ പറ്റിയില്ല. ഭർത്താവ് മരിച്ചത് ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ പിന്നെ ഉടനെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇടിപ്പൊക്കെ നിർത്തി. അങ്ങനെ ഒരു അവസ്ഥ സുവിശേഷപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. ബേസിക്കായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലേ. ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് ചേർന്ന ആൾക്കാരാണ്. അവർ വന്ന് ചേർന്ന പോലെ തന്നെ അവർ പോകും ഏതെങ്കിലും സമയത്ത്. അവശേഷിക്കുന്നത് ആരാണ്? നമ്മളും ദൈവവും തമ്മിലാണ്. അപ്പം ദൈവത്തിന് സ്പേസ് ഇല്ലാത്ത ഒരു പ്രണയം, അത് ബന്ധം, സ്നേഹമൊക്കെ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തില്ല. അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ലല്ലോ. കാര്യത്തിൽ നമ്മൾ ഈ മരണം പോലെ സ്നേഹിച്ചപ്പോൾ സുഭാഷ് നമ്മുടെ ഇതില്ലേ സോങ് ഓഫ് ദി സോങ്സിൽ 8-ാം അധ്യായത്തിലെ ഉത്തമഗീതത്തിൽ പറഞ്ഞ സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണ്. അപ്പോൾ മരണത്തെപ്പോലെ ശക്തമായ സ്നേഹത്തിൽ പലപ്പോഴും ദൈവത്തിനൊരു സ്പേസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ അങ്ങനെയുള്ളൊരു എല്ലാം മറന്ന് സ്നേഹിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മരണം പോലെ തീവ്രമായൊരു സ്നേഹം ആണ് നിൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളോട് നിനക്കുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവർ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ ഭ്രാന്തന്മാരെ പോലെ നടക്കും. ഭ്രാന്തന്മാരെല്ലാം ജീവിതത്തിലെല്ലാം തകർന്നു വന്ന് പറഞ്ഞ് നടക്കും. ഞാനൊരു ഇടവക ചെന്നപ്പോൾ എല്ലാ ദിവസവും ഒരു 6 മണിയാകുമ്പോൾ ഒരു മനുഷ്യൻ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് ചെമിത്തേരി വരും. അപ്പോൾ അന്ന് ഞാൻ ബ്രദറാണ്, ഞാൻ സ്ഥലമൊന്നും പറയില്ല. അപ്പോൾ അത് അറിയുന്നൊരു ഇടവകയിലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇന്ന ആളാണ് ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ 6 മണിക്ക് വരും. എന്നിട്ടൊരു കുഴിമാടത്തെ മലന്ന് കിടക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ നിലയം വിളിച്ച് വീട്ടിൽ പോകും. അയ്യോ, ആ ജീവിതകാലം മുഴുവനും അയാൾ അങ്ങനെ ചെയ്തു. അയാളുടെ വൈഫ് പെട്ടെന്ന് മരിച്ചു. അതാണ് സംഭവം. വൈഫിൻ്റെ കുഴിമാടത്തെ ഈ മനുഷ്യൻ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, ഇത് ഒരാൾ പോയാൽ അടുത്ത ആൾ പിന്നെ ലൈഫ് ഭ്രാന്തായി പോകുമ്പോൾ ജീവിതം തന്നെ മീനിങ്ലെസ് ആയി പോകും. അത് നിങ്ങൾ ഈ എല്ലാത്തിനേക്കാളുപരി ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടാണ്. അപ്പം മനുഷ്യന് ഇങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ട്, ഒരു ചായ്വുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്. അതാ കൽപ്പനകളുടെ ഒരു പോക്കതാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു അപകട മേഖലയിൽ പെട്ടവരെ നിങ്ങളെ അനുദപിക്കണം വേണ്ടത്. ഇപ്പോൾ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നിങ്ങളെ സ്നേഹിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതമില്ല. അപ്പോൾ മക്കൾ സ്നേഹിക്കണില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം മൂത്തവൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു മകനാണ്, അവൻ കല്യാണം കഴിച്ചു, അവനിപ്പോൾ അവൻ്റെ വൈഫിൻ്റെ കാര്യങ്ങളും വൈഫിനോട് ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പ്രാന്തിയെപ്പോലെ വൈഫിനെ കൊന്നാലും കുഴപ്പമില്ല, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടിൽ ജീവിക്കുന്നത്. നിങ്ങളീ ഉടമ്പടി എടുത്തിട്ട് ചില ആൾക്കാർക്ക് ഏശണില്ലെന്ന് പറയാൻ കാരണം ഇതാണ്.
ഇതൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് സുവിശേഷം സ്വീകരിച്ചിട്ടില്ല. സുവിശേഷം സ്വീകരിക്കാതെ സുവിശേഷത്തിൻ്റെ അരുവിയെ ഉൾക്കൊള്ളാതെ നിങ്ങൾ ലോകത്തിൽ തൽക്കാലത്തേക്കൊരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഫസ്റ്റ് എയ്ഡിൽ ദൈവത്തിന് അത്ര താല്പര്യമില്ല. ചുമ്മാ ഡെറ്റോളൊക്കെ തേച്ച് ആ വ്രണ ഒഴുക്കി അങ്ങനെ നിങ്ങളെ പാക്കപ്പ് ചെയ്യുന്നതിൽ ദൈവത്തിന് പണ്ട് താല്പര്യമില്ല, ഫസ്റ്റ് എയ്ഡിന്. അപ്പോൾ ഉടമ്പടി ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് എടുക്കരുത്. മറിച്ച് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് നമ്മൾ പൂർണ്ണമായി ദൈവത്തിലേക്ക് വരികയാണ്. പിന്നെ ദൈവമാണ് റീസെറ്റ് ചെയ്യണത്. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. ഇത് നിങ്ങൾ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് വലിയൊരു ഒറേഷൻസ് പ്രഘോഷണമായിട്ട് എടുക്കരുത്. നമ്മൾ കടന്നു പോകുന്ന കാലാവസ്ഥകളെ സുവിശേഷ വിഹിതമായി അതിൻ്റെ വചന പരിസരം നോക്കിയിട്ട് സ്യൂട്ടബിളാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. വളരെ ശാസ്ത്രീയമായിട്ട് അത് സ്യൂട്ടബിളാക്കി. ഉടമ്പടിയുടെ ഒരു ബയോളജി അതാണ് ഉടമ്പടിയുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ദൈവം തന്നെ കാലാവസ്ഥ, ഇപ്പം നമുക്കൊരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്, ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നല്ല ആഹാരം കിട്ടുന്നുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, അഴിയത്തിൽ പങ്കെടുക്കുന്നു, നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവൾ ഹീറോയാണ് എന്നൊക്കെ വിചാരിച്ചോ. നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, യു ആർ നോട്ട് ട്രബിൾഡ്. അപ്പം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ വളരെ കൂളായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ട്രബിൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ട്രബിൾ മേക്കർ ദൈവമാണ്. നിങ്ങളൊരു അപകട മേഖലയിൽ പോകുന്നത്, അത് എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചോ. ബന്ധുക്കളുണ്ട്, സ്വന്തമുണ്ട്, ഭാര്യയാണ്, അതുപോലെ തന്നെ ജോലിയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സ്നേഹമുണ്ട്, അവർ നമ്മളെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, എല്ലാം ഓക്കെ കൂളായിട്ട് പോവുകയാണ്. പക്ഷേ ദൈവം പറയും നിങ്ങൾക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദൈവം എപ്പോഴും ഉള്ള ഒരു കണ്ണുണ്ട് ദൈവത്തിന്. കുറവിലേ ദൈവം കണ്ണ് വെക്കത്തുള്ളൂ. ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ഒരു കുറവുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 10:21. മർക്കോസ് 10:21. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് ഒരു യുവാവ് വന്ന് ചോദിച്ചതാണല്ലേ. അത് മൊത്തം എടുത്തേ, 10:20 എടുത്തേ. 10:20. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അവൻ്റെ പ്രശ്നം എന്താ? ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, നിൻ്റെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ചെറുപ്പം മുതലേ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു. മക്കളെ ഇത് പറഞ്ഞേ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. പതുക്കെ ഉടമ്പടിയിലോട്ട് വരിക. കണ്ട, പ്രമാണത്തെട്ട് തൊട്ട് കണ്ട, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ അതിനെ കവനന്റുമായിട്ട് കണക്ട് ചെയ്യണം. കണ്ടില്ലേ? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. എന്തൊക്കെയാണത്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. He is leading a covenantal life. അവനൊരു ഉടമ്പടി ജീവിതമാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എന്താണ്? ഒരു ഉടമ്പടി, ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി ജീവിതമാണ്. അപ്പോഴവൻ പറയുന്നു, ഞാനൊരു ഉടമ്പടി ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. നമ്മളും പലരും ഉടമ്പടി എടുത്തതല്ലേ, പുതുക്കിയതല്ലേ. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ ഇതൊക്കെ പാലിക്കുന്നുണ്ട്, ഞാൻ ഒരു ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത്. ഓക്കെ. അപ്പോഴീശോ എന്താ പറഞ്ഞു?
യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. ഉടമ്പടി ജീവിതം ജീവിച്ച കർത്താവിന് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? സ്നേഹപൂർവ്വമാണല്ല. ചിലപ്പോഴത്തൊക്കെ ഈശോ കോപത്തോടെ വീക്ഷിച്ചെന്ന് പറയും അല്ലെ. കൈ സൂക്ഷിച്ച് പോയവനെ സുഖപ്പെടുന്ന സമയത്ത് സാപത്തിൽ ഇത് ചെയ്യരുത്, വേറെ ദിവസം വേണമെങ്കിൽ എന്നാ വേണമെങ്കിൽ ചെയ്തോളാൻ വേണ്ടി സാപത്ത് അധികാരി, സിനഗോഗ് അധികാരി പറയുമ്പോഴേ യേശു അവനെ കോപത്തോടെ വീക്ഷിച്ചെന്നാണ് പറയണത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കവനൻ്റ് ചെയ്ത് ജീവിക്കുന്ന, ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നവനെ പുതുക്കിയവനോടും ഉടമ്പടി എടുത്തവനോടും യേശു സ്നേഹത്തോടെ, അത് നിങ്ങൾക്കും എനിക്കും ഉള്ള ഒരു മോട്ടമാണ്. എന്താണ്? ഒന്ന് വായിച്ചത്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഒരു കുറവുണ്ട്. ഇതാണ് പ്രോബ്ലം. ഇപ്പൊ കവനൻ്റൽ ലൈഫ് ആണെങ്കിലും ദൈവം നോക്കണത് എന്താണ്? അടുത്ത കുറവ് എന്താണ്? ഇതാണ് പ്രശ്നം. നമ്മൾ വി ആർ ലീഡിങ് എ കവനൻ്റൽ സിൻസിയർ ലൈഫ്, ബട്ട് ജീസസ് ഈസ് ലുക്കിംഗ് ഫോർ അനദർ ഫാൾട്ട്. ഇനി വേറെ എന്തെങ്കിലും കുറവുണ്ടോ? മനസ്സിലായില്ലേ? ഓരോ ആൾക്കാരും ഉടമ്പടി പുതുക്കുമ്പോൾ കുറവുകൾ ഇതുപോലെ നോക്കിക്കൊണ്ടേയിരിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് സിംഗ് ദ ലോ. 45-ാം സങ്കീർത്തനത്തിലെ ക്ലാപ്പ്, ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. ഈ അസസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നോർമൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട്. പലരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അസസ്മെൻറ്റ് നമ്മളുടെ 10% അസസ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ അസസ്മെൻറ്റിൽ തന്നെ ഒരു 65% മാർക്ക് കൂടുതൽ, 70 മാർക്ക് കൂടുതൽ ആർക്കും കിട്ടണില്ല. 70 മാർക്കിൽ കൂടുതൽ അസസ്മെൻറ്റിന് കിട്ടണില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 70 മാർക്ക് കിട്ടുന്നവർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസിൽ നിങ്ങൾ 90 മാർക്കുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഗീവിങ് ഇറ്റ്. നിങ്ങളങ്ങനെ പെട്ടെന്ന് കയറി നിങ്ങൾക്കുറിച്ച് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാർക്ക് പിടിച്ചാണ് ഇടണത്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ക്രിസ്ത്യൻ അസസ്മെൻ്റൽ ജീവിതത്തിൽ വി ആർ സോ സാറ്റിസ്ഫൈഡ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 90 മാർക്ക് തന്നെന്ന് വിചാരിച്ചോ? പക്ഷേ അപ്പോഴും ജീസസിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. അടുത്ത കുറവ് എന്താണെന്ന് നോക്കൂ. നിനക്ക് ഒരു കുറവുണ്ട്. ഈശോ പറഞ്ഞു കേട്ടില്ല? നിനക്കൊരു കുറവുണ്ട്. പോയി ഒന്ന് പറഞ്ഞു. നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് ഈ കുറവെന്ന് പറയണത് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെൻറ്റ് ചെയ്യാൻ. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അടുത്ത വായിച്ചേ. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് ബേസിക്കായിട്ട് നമുക്കറിയില്ല. സുവിശേഷം ഈ പൂച്ചയെ പിടിച്ച് എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് ലാൻഡാവും അല്ലേ? അതുപോലെ ഉടമ്പടിയുടെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എയിം എന്താണ്? ദൈവത്തെ അനുഗമിക്കുകയാണ്. ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ മെക്കാനിസം അതല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. 2000 കൊല്ലമായി സഭ ഇവിടെ പുലരുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടിയുള്ള വചനങ്ങൾ എത്രയോ കോടാനുകോടി പള്ളികളിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ വായിച്ചെങ്കിലും നമ്മളോടാണ് അതിൻ്റെ അകത്ത് രഹസ്യം പറഞ്ഞത്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് വെള്ളം കോരി ഒഴിക്കണ ഏർപ്പാടല്ല, ക്രിസ്തു പറയണ പോലെ ജീവിക്കുന്നതാണെന്നുള്ളത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഉടമ്പടിയായിപ്പോയത്. അത് നമ്മളെല്ലാവരും ചെയ്യണത് എന്താണ്? അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. കേരള സഭ ഇങ്ങനൊരു പുതിയ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെത്താമാച്ചന്മാർ പോലും ഇതിനോട് ഒരു നിരസം പോലും, ഒരു പുതിയ പ്രാർത്ഥനയോട് ഒരു സംശയം പോലും കാണിക്കാൻ? എന്താണ്? സഭ തന്നെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ പറയണ പോലെ ജനത്തെ കൊണ്ട് ചെയ്യിക്കാനാണ്. അവിടെ അതിൻ്റെ അകത്ത് വേറെ ഒരു മിസ്റ്റേക്കും ഇല്ല സംഭവം. പിന്നെ അവൻ ചെയ്യിക്കുന്ന രീതികൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമാണ്. ചെയ്യിക്കുന്ന രീതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകൾ വ്യത്യാസമാണ്. മെത്തേഡ് പക്ഷേ ഇറ്റ് ഈസ് ബിബ്ലിക്കൽ, പക്കാ ബിബ്ലിക്കലാണ്. ഇപ്പോൾ ഉപ്പായാലും അതുപോലെ തന്നെ തിരിയായാലും
ഇപ്പം ഈവൻ ദ ഗ്രീൻ കളർ. ഇപ്പം ഐസയ എടുത്ത മോളെ, ഐസയല്ല, ഹെബ്രായർ 9:4 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. വാഗ്ദാന പേടകത്തെക്കുറിച്ച് പറയുന്ന ഹെബ്രായർ 9:4. അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും. വാഗ്ദാന പേടകത്തിൽ ആദ്യത്തെ വാഗ്ദാന പേടകത്തിൽ എന്താ ഉണ്ടായിരുന്നത്? മന്ന കലശം അല്ലേ? കലശം വെച്ചാൽ പാത്രം. എന്ത്? മന്ന വെച്ചിരുന്ന കലശം. മന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം മാർഗമില്ലാതെ വന്നൊരു കാലത്ത് കർത്താവ് നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? അറിയാത്തപ്പം എന്ന് പറയും. അറിയാത്തപ്പം എന്ന് പറയുമ്പോൾ അപ്പത്തിനൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് നമുക്ക് മുൻ പരിചയം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പം നീ പറയും എങ്ങനെ ജീവിക്കും? എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞാനാണൊരു ജോലിക്കാരുള്ളത്, എനിക്ക് തൈറോയിഡും ഷുഗറുമാണ്, എനിക്ക് വേലെടുക്കാൻ പറ്റണില്ല, പകുതി ആകുമ്പോൾ കഥക്കുന്ന ഞാൻ ഈ പ്രൈവറ്റ് ഫേമിൽ ജോലി എടുത്തിട്ട് അവിടെ അട്ടത്തുപ്പം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്ന് ചോദിച്ചാൽ ന്യായമായ ചോദ്യമാണത്. അത് നിനക്കറിയുന്ന അപ്പമാണ്. പക്ഷേ ഉടമ്പടി അറിയാത്തപ്പം നിനക്ക് തരും. കർത്താവ് പറഞ്ഞില്ലേ അറിയാത്തപ്പം. ഇപ്പോൾ അപ്പത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറിയാത്തപ്പത്തെക്കുറിച്ച് എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അറിയാത്തപ്പം, നിങ്ങൾ അറിയാത്ത അപ്പം എനിക്കുണ്ട്. ശ്രുതികടെ ഹല്ലേലൂയ 6:34. ശ്രുതികടെ ഹല്ലേലൂയ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. യോഹന്നാൻ 4:32. അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളുടെ വേല മുട്ടുകയാണ്, ജോലി മുട്ടുകയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുകയാണ് ഈ മാസം കൂടിയേ ഈ ജോലിയുള്ളൂ കേട്ടോ, നമുക്ക് ഓർഡറില്ലേ. ഇപ്പോൾ കൈറ്റ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടരുത്, ഓർഡർ ഇല്ലെന്നും പറഞ്ഞു വിടണത്. അടുത്ത മാസം നമുക്ക് ഓർഡർ ഇല്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അപ്പം തന്നെ ഡൗണായി പോകും. അടുത്ത മാസം എങ്ങനെ പീഡിയ കച്ചവടം പറ്റുകടയിൽ എങ്ങനെ പൈസ കൊടുക്കണമെന്ന് നോക്കണം. എങ്ങനെ പറ്റുകടയിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ വിഷമിച്ചിടുമെന്ന് രാത്രി വൈകുന്നേരം വന്ന് വൈഫിൻ്റെ വഴി അടുത്ത മാസം മുതൽ അങ്ങോട്ട് ചെല്ലേണ്ടെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയും. അപ്പോൾ അവരും വിഷമിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വാഗ്ദാനങ്ങൾ ജീവിക്കുന്നവരാണ്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളറിയാത്തപ്പം എനിക്കുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ള അപ്പമാണ് അറിയാത്തപ്പം. അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയില്ലേ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ഈ അറിയാത്തപ്പം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ജെറമിയ 29:11. ജെറമിയ 29:11. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചിടാ
ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം താണുവണങ്ങിടാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഈ അറിയാത്തപ്പം തന്നെയായിരുന്നു ആകാശത്തിലെ മന്ന. ആകാശത്തിലെ മന്ന എന്ന് പറഞ്ഞ പിതാക്കന്മാർ ഭക്ഷിച്ചില്ലേ. ടേക്ക് ദ ബെഡ് ഓഫ് ഫുഡ്, ആകാശത്തിലെ മന്ന. ശ്രദ്ധിക്കട്ടെ. പുറപ്പാട് 16-ാം അധ്യായം 14-15 വചനങ്ങൾ. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. അത് എന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല ഇല്ലേ. അത് തന്നെയാണ് അറിയാത്തപ്പം. നിങ്ങളറിയാത്തപ്പം എനിക്കുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളെങ്ങനെ ജീവിക്കുമെന്നുള്ളത് ചില സമയത്ത് നമ്മൾക്ക് അറിയണമെന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. കാരണം എന്താ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട വീട്ടിലാണ്, ചെല്ലാനത്ത്. അപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവന് കപ്പൽ കാശ് കൊടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. ക്യാപ്റ്റൻ പരീക്ഷയൊക്കെ എഴുതിയിട്ടേ നമ്മുടെ ഈ മർച്ചൻ്റ് ടീമിലൊക്കെ പൈസ കൊടുക്കൂല. പഠിക്കണമെങ്കിൽ 4 ലക്ഷമാണ്. പിന്നെ ഏതെങ്കിലും കപ്പലൊക്കെ ആണെങ്കിൽ 3 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 4 ലക്ഷം വരെ കൊടുത്തിട്ട് ഇന്നുവരെ ജോലി കിട്ടാത്തവരുമുണ്ട്. കാര്യം അത് വേറെ നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല അവിടെ കിട്ടാൻ. കാര്യം അതെല്ലാം ക്യാപ്റ്റൻസ് 6 മാസം കഴിയുമ്പോൾ ഇറങ്ങും, ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങും. അവൻ്റെ ക്രൂ എല്ലാം ഇറങ്ങും. പിന്നെ പുതിയ ക്യാപ്റ്റൻ കയറുമ്പോൾ അവൻ്റെ ക്രൂ അനുസരിച്ച് എനിക്ക് 4 ലക്ഷം 3 ലക്ഷം വെച്ച് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ കയറണം. അപ്പോൾ ഇവൻ്റെ ജോലി പോകും. ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണിത് പലർക്കും. കയറി രക്ഷപ്പെട്ടവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അവൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത പെസക്ക് ശമ്പളമായത് കാരണം യൂത്തെല്ലാം അതിനകത്ത് ഇടിച്ച് നിൽക്കുകയാണ് സംഭവം. പക്ഷേ ഈ പാവപ്പെട്ടവനെ റെക്കമെൻഡ് ചെയ്യാനോ കൊടുക്കാനോ കാശില്ല. 4 ലക്ഷം ചോദിച്ചാൽ കൊടുക്കാനില്ല. അപ്പോഴങ്ങനെ അവൻ്റെ അമ്മ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് പൈസ ആദ്യം മേടിക്കാത്ത ഒരു ഷിപ്പിലെ ക്യാപ്റ്റന് ലിങ്ക് കിട്ടി. പൈസ ആദ്യം അത് വളരെ കുറച്ച് പൈസ മേടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം? കഴിഞ്ഞ ദിവസത്തെ ഈ ആഴ്ച നടന്ന സാക്ഷ്യമാണ്. ഞാൻ അപ്പോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ അവിടെ പരിചയമില്ല. കാശ് വാങ്ങി ഇവനെ കയറ്റിയ ആൾ കപ്പലിലില്ല. കപ്പലുള്ളത് വേറെ ആൾക്കാരാണ്, പക്ക ഹിന്ദിക്കാരാണ് മുഴുവനും. എല്ലാം ഗുജറാത്തി വാലാസാണ് മുഴുവനും. ഇവരോട് ആണെങ്കിൽ ദ്രാവിഡന്മാരെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും നമ്മൾ മദ്രാസി എന്നേ വിളിക്കണം. പട്ടാളക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അവരെ മലയാളീസിനെ മദ്രാസി എന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വംശീയമായിട്ടുള്ള കുറച്ച് ചുരുക്കൊക്കെ ഉള്ള ചില ആൾക്കാർ, എല്ലാവരും അല്ല. അപ്പോൾ ഇവൻ ചെന്നപ്പെട്ടിരിക്കുന്ന സ്ഥലം വളരെ മോശമാണ്. ഇവനോട് അവർ വളരെ സഹകരിക്കണില്ല, ഇവന് വർക്ക് കാണിച്ചു കൊടുക്കണില്ല. എൻജിൻ റൂമിലാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെയൊക്കെ ഇവന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടണില്ല. ഇവന് വെറുതെ നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇവനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞ്, ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥിച്ചെല്ലാം മോനെ എന്ന് പറയും. പ്രശ്നം ഇതാണ് വെച്ചാൽ പാവപ്പെട്ടവൻ ജീവിക്കേണ്ട ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന കൊണ്ടാണ്. അവന് വേറെയില്ല. ഈ ഹിന്ദിക്കാരൻ ക്യാപ്റ്റനോട് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇടാൻ പറ്റേണ്ടത്? നമ്മൾ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന വെച്ചാണ് ഇത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അതാണ്, വിശ്വാസിയെ തളരാതെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ മഹാസംഭവത്തെ ഈ ചേച്ചി കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട എന്താ പറയുന്നത്?
ഞാൻ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ജോലി തരാൻ. നീ ആ പഴയ നിന്നെ ആ കപ്പലിൽ കയറ്റിയ ആളെ വിളിക്കാൻ പറയും. ഉടനെ ഇവനെ ഈ കപ്പലിൽ കയറ്റിയ ആൾ പുറത്ത് നിൽക്കണില്ല. അയാളെ വിളിച്ചു പറഞ്ഞ സാറേ ഇവിടെ എനിക്കൊന്നും ചെയ്യിക്കണില്ല, എല്ലാം ഹിന്ദിക്കാരാണ്, എന്നെ എഞ്ചിൻ റൂമിൽ പോലും എനിക്ക് വർക്കിന് സഹകരണം കിട്ടണില്ല, എന്നെ അവർക്ക് അല്പം തെറ്റുമ്പോൾ അവരെൻ്റെ കഴുത്തേക്ക് കയറിയിട്ട് ഹിന്ദിയിൽ തെറി വിളിക്കണം, എനിക്ക് ഇവിടെ നിൽക്കക്കള്ളിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. ഉടനെ ഈ ആദ്യം കയറ്റിയ ആൾ അവനോട് പറയും 300 കിലോമീറ്റർ അകലെ, ഗുജറാത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ വേറെ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ഇവന് 300 കിലോമീറ്റർ അവിടെ നമ്മൾ ഇവിടെ കൂടി കേരളത്തിൽ പോണ പോലെ പോകാൻ പറ്റുമോ? ഒറ്റയ്ക്കേ ഉള്ളൂ പാവപ്പെട്ടവൻ. അപ്പോഴും അമ്മയോട് പറയും അമ്മയെ 300 കിലോമീറ്റർ അകലൊരു കപ്പൽ വന്നിട്ടുണ്ടെന്ന് പറയണം, ഞാനെങ്ങനെ പോകും, ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് സ്ഥലവും അറിയാൻ പാടില്ല, ഭാഷ്യം അറിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും നിൻ്റെ കയ്യിൽ കാശ് രൂപയല്ലേ, സഞ്ചാരി മാതാവ്, അമ്മ കൂടെ വരുമെന്ന് പറയും. അപ്പോൾ ഇവന് ഉറപ്പാവും. കാര്യം എന്താണ്? ഇത് അഷ്വറൻസിലുള്ളതാ, കൂടെ വരുമെന്ന്. ഉടമ്പടിയിലുള്ളതല്ലേ. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ഏത് 300 കിലോമീറ്റർ അല്ലെങ്കിൽ കപ്പലിലായാലും ചന്തലിലായാലും നമുക്ക് തന്നെ അഷ്വറൻസ് എന്താണ്? 33:14 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് പുറപ്പാടിന്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഒറ്റക്ക് സഞ്ചാരി മാതാവിനെ കൊണ്ട് പ്രാർത്ഥിച്ച് 300 കിലോമീറ്റർ അകലെ ഉള്ള തുറമുഖത്തേക്ക് പോകും. അവിടെ തുറമുഖം ചെല്ലുമ്പോൾ ഈ ആൾ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ 300 കിലോമീറ്റർ അകലെ കിടക്കുന്ന കപ്പലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആൾ ഇറങ്ങി വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് കപ്പലിലോട്ട് പോകും. കപ്പലിലോട്ട് പോകുമ്പോഴുണ്ട് അവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ്, 3 മലയാളികളേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇവനോട് ഭയങ്കര സ്നേഹം. കാലാവസ്ഥ പെട്ടെന്ന് മാറ്റും ദൈവം. നമുക്കറിയാമില്ല, അപരിചിതനായാലും വിദൂരസ്ഥരായാലും സമീപസ്ഥരാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. ടേക്ക് ദ ബെഡ് ഓഫ് വിദൂരസ്ഥ സമീപസ്ഥർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി ആരാധന ആരാധന. എഫേസ്യോസ് 2:17 വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ വിദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒക്കെ അയൽവാസികളാക്കി മാറ്റുന്നതാണ്. ക്രിസ്തു എല്ലാമാണെന്നില്ലേ? അതാണ് പൗലോസ് പറയുന്നത്. കൊളോസ്യസ് 3:11 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലും. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് കൊളോസ്യസ് 3:11 പറയണത്. ദാറ്റ് മീൻസ് ക്രിസ്തു എല്ലാവരിലുമാണ്. അതിൻ്റെ അകത്ത് എന്താണ്? പാഴ്സീസ് ഉണ്ട്, ഗുജറാത്തീസ് ഉണ്ട്, മലയാളീസ് ഉണ്ട്. ക്രിസ്തു എല്ലാവരിലുമാണ്. എല്ലാവരിലും ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും? നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ ഒരാളായിരിക്കും വിളിക്കണത്, ഒരാളായിരിക്കും. അപ്പോൾ എന്താ കാര്യം? നമുക്കൊരു ആവശ്യം വന്നു, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേലെ ക്രിസ്തുവിന് ഇടപെടാൻ കഴിയുന്നതാണ്, ആവശ്യമുള്ളതുപോലെ ഇടപെടാൻ കഴിയുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം. ഭയങ്കര വാക്കാണ് ക്രിസ്തു എല്ലാം. കൊളോസ്യസ് 3:11 നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓരോരുത്തർക്കും ഓരോ ആവശ്യമല്ലേ?
ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യമുള്ളതുപോലെ സംലഭ്യമാക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം. അതെല്ലാവരുമാണ്, എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്തൊക്കെയാണ്? അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാവനയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവപിതാവ് ചിന്തിച്ചത്. കൈയടിച്ച് കർത്താവിനെ അതായത് ഇനി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണ് വചനം ഗ്രഹിക്കേണ്ടത്. വചനത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല. നിങ്ങളവർക്ക് ഇത് കഴിയുമ്പോൾ വേറെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. ഇതാണ് സംഭവിക്കേണ്ടത്. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സംഭവിക്കേണ്ടത്. ഇപ്പം ഇവൻ്റെ സംഭവം തന്നെ എന്താണ്? അതിൻ്റെ അകത്ത് ഒരു മലയാളിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹം. അവൻ ദൈവസ്നേഹമുള്ളവനാണ്. അവൻ ഞായറാഴ്ച കൊണ്ടുപോയിട്ട് ക്യാബിനിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ട് മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ് ഓൺലൈനിൽ. കണ്ട കാര്യങ്ങൾ പോകണ്ടല്ലേ? ആ മലയാളി ഇവനേക്കാൾ ഭക്തനാണ്, കർത്താവുമായിട്ട് ബന്ധമുള്ളവനാണ്. അവൻ ഞായറാഴ്ച കടലിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച പോയിട്ട് അവൻ്റെ ക്യാബിനിൽ പോയിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഓൺലൈനിൽ മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ്. ഓക്കെ, അതായത് ക്രിസ്തു ഒരു വ്യക്തികളിൽ ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെക്കൊണ്ട് എത്തിക്കണ തുറമുഖം കണ്ടില്ലേ? ആ സാധു എന്താ പറഞ്ഞത്? എനിക്ക് 300 കിലോമീറ്റർ ഒറ്റയ്ക്ക് സഞ്ചരിക്കണ്ടേ? അപ്പോൾ അവൻ്റെ പ്രശ്നം അവൻ ഉടനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ ആ സങ്കടത്തിന് എന്ത് സുന്ദരമായ ഒരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. അവന് ശമ്പളം കൂടി, നല്ല ക്രൂസിനെ കിട്ടി, ദൈവവിശ്വാസമുള്ളവരെ കിട്ടി, എല്ലാം സകല വാഗ്ദാനങ്ങളുമാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങളും മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മൾ എവിടെ നിന്നാണ് ഇപ്പം 2 കൊറിന്തോസ് 1:20 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് സകല വാഗ്ദാനങ്ങൾ 2 കൊറിന്തോസ് 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ഇടിമുഴക്കം പോലെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അപ്പൊ ക്രിസ്തുവിൽ നോ ഇല്ലെന്ന് മനസ്സിലായില്ലേ? ക്രിസ്തുവിൽ എന്താണെന്ന്? ക്രിസ്തുവിൽ അതേ ഉള്ളൂ, ക്രിസ്തുവിൽ നോ ഇല്ല. ക്രിസ്തുവിൽ നോ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെ. അല്ലേ? അപ്പൊ ക്രിസ്തുവിൽ യേശേ ഉള്ളൂ, നോ ഇല്ല. ഉറപ്പല്ലേ? അതുകൊണ്ട് നോ പറഞ്ഞെങ്കിലും അത് സിറ്റുവേഷൻസിൻ്റെ സീരിയസ്നെസ് അമ്മ മനസ്സിലാക്കി. എനിക്ക് കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? നോ എന്നാണല്ല പറഞ്ഞത് അമ്മ. അവർക്ക് വീഞ്ഞ് ഇല്ല, നോ അല്ലേ? അവർക്കില്ല. അപ്പോൾ അമ്മയുടെ ഈശോ എന്താ പറയണത്? എനിക്ക് നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട്. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാവും. അമ്മയാണ് ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കിയത്. ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൽ നോ ഇല്ലെന്ന് അമ്മയ്ക്കറിയാം. എന്താ കാര്യം? എത്രയോ വർഷം അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. യേശു മാത്രമേ ഉള്ളൂ, നോ ഇല്ലെന്ന് അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് അമ്മയുടെ സ്റ്റാൻഡെല്ലാം കണ്ട് നിൽക്കുകയാണ്. നിന്നപ്പോൾ എന്താണ്? യേശു വരാൻ തുടങ്ങി. കാര്യമുണ്ടാ? ക്രിസ്തുവിന് അങ്ങനെ നോ പറയാൻ പറ്റത്തില്ല. നിൻ്റെ ജോലി, വീട്, വിവാഹം, നിൻ്റെ കുഞ്ഞു കാര്യമായാലും ശരി, ക്രിസ്തുവിന് നോ പറയാൻ പറ്റത്തില്ല. കാര്യം സകല വാഗ്ദാനങ്ങളുമാണ്. ഇതൊക്കെ ക്രിസ്തുവിനോട് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ 1 മാസമായിട്ട് ബ്ലീഡിങ്ങാണ്. ഈ ബ്ലീഡിങ്ങൊക്കെ എങ്ങനെയാണ് ക്രിസ്തുവിനോട് പറയണമെന്നുള്ളതാണ് അവർക്ക് അത്ര ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇതൊക്കെ എങ്ങനെ പറയും? 1 മാസമായിട്ട് ബ്ലീഡിങ് മാറണില്ല. ഇവർക്കാണെങ്കിൽ ഭയങ്കര ചമ്മൽ. വീട്ടിൽ പറയാനും പ്രശ്നമാണ്. വീട്ടിൽ പറഞ്ഞാൽ ആശുപത്രി പറയാം, ആശുപത്രി പറഞ്ഞാൽ പിന്നെ യൂട്രസ് ഓപ്പറേഷൻ പറയും. ഇവർക്ക് ഇതൊക്കെ പേടിയാണ്. അതാണ് പ്രശ്നം. വീട്ടിൽ പറയാത്ത കാര്യം ഇവർക്ക് യൂട്രസ് ഓപ്പറേഷൻ പറയും. യൂട്രസ് ഇറങ്ങി വരണം, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലീഡിങ് നിൽക്കാത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത് തൈലം തേച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഇങ്ങനെ ഹെയർ ബ്രേക്ക് ഇട്ട പോലെ ഈ ബ്ലീഡിങ് നിൽക്കും. സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. സകല വാഗ്ദാനങ്ങളും നിൻ്റെ നിൽക്കാത്ത രക്തസ്രാവം പോലും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. കൈയിട്ടിച്ച് കർത്താവേ.
യേശുവേ, ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ വാഗ്ദാനങ്ങളുടെ അവകാശികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ 2 കൊരിന്ത്യർ 1:20 ഏറ്റു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. എന്ന് വെച്ചാൽ ദൈവ പൈതലെ, നിന്നോടും എന്നോടും വചനം എന്താണ് പറയണത്? ക്രിസ്തുവിനോട് എന്തും ചോദിക്കാൻ കൈയിടിച്ച് കർത്താൻ. ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ? എങ്ങനെയാണ് ഹിന്ദിക്കാരന് ഈ പയ്യനെ കൊണ്ട് ഹിന്ദി കപ്പലേക്ക് കയറ്റിയത്? സാക്ഷ്യത്തില്. അതായത് നിങ്ങൾ അറിയാത്തപ്പം, അവനറിയത്തില്ലല്ലോ. 300 കിലോമീറ്റർ അകലെ ഈ കപ്പലിന് വേറൊരു കപ്പൽ കിടക്കുന്നുണ്ട്, അവിടെയാണ് ഇവൻ്റെ ചോറെന്നുള്ളത് ഇവനെ അറിയത്തില്ല. അതാണ് പറയുന്നത്, നിങ്ങൾ അറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്നയെക്കുറിച്ച് പറഞ്ഞതും ഒന്ന് വായിച്ചേ. മന്ന വായിച്ചേ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. മരുഭൂമിയിലെ മന്ന, ആരാധന. യേശുവേ ആരാധന. ആദ്യം വായിച്ചായിരുന്നു മരുഭൂമിയുടെ മീതെ മഞ്ഞ് പെയ്തു. നേരത്തെ വായിച്ച വചനം. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. കരങ്ങൾ വീശി ഉയർന്നു പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 16, 14, 15 തിരുവചനങ്ങൾ. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. പ്ലീസ് ഒന്നിനു വായിച്ചു. അത് മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. പ്ലീസ് ഇതിന് ഇവർക്ക് മനസ്സിലായില്ലേ? മഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ നടക്കും. എന്താണിത്? എന്താണ് അവർക്ക് അറിയത്തില്ലല്ല. അതാണ് അറിയാത്ത അപ്പം എന്ന് പറയുന്നത്. മന്ന എന്ന് പറഞ്ഞാൽ അവിടെ ഭാഷയെ വിളിക്കണം മന്ന. പക്ഷേ എന്താണെന്ന് ഇതെന്താ? എപ്പോഴാണ് സംഭവിക്കുന്നത്? മഞ്ഞുരുകുമ്പോഴാണ്. രാത്രി ഇരുട്ടും മഞ്ഞും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് നിനക്ക് അപ്പം തരുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ മഞ്ഞുരുകിപ്പോവും. മഞ്ഞുരുകിട്ടത് കാണും. കണ്ണീരിൻ്റെ കാലം അങ്ങോട്ട് ഉരുകി മാറും. കണ്ണീരിൻ്റെ കാലം, ജോലിയില്ലാത്ത കാലം, ആരോഗ്യമില്ലാത്ത എന്തൊക്കെ രോഗിയായിരുന്ന കാലം, ഈ മഞ്ഞ് ഉരുകിപ്പോവും. എല്ലാ മഞ്ഞും ഉരുകാനുള്ളതാണ്. എല്ലാ സങ്കടങ്ങളും കർത്താവിന് ഉരുക്കാനുള്ളതാണ്, ഉരുക്കി കളയാനുള്ളതാണ്. കൈയടിച്ച് കർത്താൻ. ഓരോ വിഷമതകൾ വരുമ്പോഴും നീ പറയണം, ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഈ മഞ്ഞ് ഉരുകി മാറും. അപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മന്ന, എൻ്റെ ആഹാരം ഞാൻ കണ്ടെത്തും. ഒന്ന് പറഞ്ഞേ, ഈ മഞ്ഞുരുകി മാറും. ഈ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അപ്പം ഞാൻ കണ്ടെത്തും. ശ്രുതിക്കട്ടെ. എല്ലാവർക്കും ഒരു മഞ്ഞുരുക്കത്തിന് വേണ്ടി കാത്തിരിക്കാം. തീർച്ചയല്ലേ? ഇന്നലെ ഒരു അക്രൈസ്തവ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. അവളുടെ കുഞ്ഞിന് പനിയാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പനി 100, 102, 103 കിടക്കുകയാണ്.
പക്ഷെ കൊച്ച് വേർക്കണില്ല, പനിയുണ്ട്. പാരസെറ്റമോളും അതുപോലെ തന്നെ അവർ നേഴ്സായതുകൊണ്ട് മെഡിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പാരസെറ്റമോളും അതുപോലെ തന്നെ ബ്രൂഫന എന്തൊക്കെ അവർ ഡോക്ടർ പറയണത് ഇത് ഓവർ ഡോസായെന്ന് തോന്നണം എന്ന് പറഞ്ഞു. കാര്യം പനി മാറുന്നില്ലല്ലോ, 17 ദിവസമായില്ലേ. അപ്പോൾ ഇത് കൊടുത്ത് ഓവർ ഡോസായത് കാരണം കരളിന് നീര് കെട്ടി. ഡോക്ടർ അത് അങ്ങനെയാണ് പറയണത്. ചിലപ്പോഴിതിൻ്റെ ഡോസ് ഓവറായത് കാരണം ലിവർ സ്വെല്ലിങ് ആയതായിരിക്കും എന്ന് പറഞ്ഞ്. അതുകൊണ്ട് സ്വെല്ലിങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ലിവർ നീര് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പനി ഒരിക്കലും മാറത്തില്ല. എന്നിട്ട് ഇങ്ങനെ 17 ദിവസം മറ്റ് സ്കാനിങ് റിപ്പോർട്ടൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ദഹിക്കാത്ത വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പ്രോട്ടീൻ ദഹിക്കാത്ത അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ എൻസൈം അതിൻ്റെ ഇല്ലായ്മ, അത് കാരണം എൻസൈം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എക്സ്ട്രാ എൻസൈം കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു, ഇന്നലെ മെനയെന്ന് സാക്ഷ്യത്തിൻ്റെ. പക്ഷേ ഈ 17 ദിവസം പനി മാറാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉടമ്പടി എടുത്ത്, ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടിക്ക് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തർദേശീയയുടെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഹൈ എമർജൻസി വന്ന് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അമ്മ അത് ഹോണർ ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവർക്ക് ഇവിടെ എത്താൻ പറ്റുന്ന സമയത്ത് വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് അമ്മയോട് പറഞ്ഞ് ഇവർ കൂട്ടുകാരത്തിൻ്റെ ഉടമ്പടി തൈലം വാങ്ങിച്ച് ആ കൂട്ടുകാരത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അത് കുഞ്ഞിനെ പെരട്ടും. കുഞ്ഞിനെ പെരട്ടി കഴിയുമ്പോൾ 17 ദിവസമായിട്ട് കുഞ്ഞ് പനിച്ച് കിടക്കുകയാണ്, വേർത്തിട്ടില്ല. ഇത് പെരുട്ടി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഉണർച്ച വന്ന്. ഉണർച്ച വെച്ചാൽ ഇങ്ങനെ ഈ പനിയോട് അമ്മയ്ക്ക് മാനസികമായിട്ട് ഐക്യപ്പെട്ടെന്ന് തോന്നണം. ഇത് മാറത്തില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയെ. കാര്യം എപ്പോഴും കൈവച്ച് നോക്കണമല്ല. അപ്പോൾ ഒരിക്കലും 17 ദിവസമായിട്ട് ഇങ്ങനെ കൈവച്ച് നോക്കിയിട്ട് ഇന്ന് വരെ പനി മാറിയിട്ടില്ല, എപ്പോഴും ചൂടാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സംഭവം തന്നെ അമ്മ ഈ കൈവച്ച് നോക്കണ ഏർപ്പാട് നിർത്തി. അവർ കിടന്ന് കൊച്ചിൻ്റെ കൂടെ ഉറങ്ങുകയാണ്. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് ഉണർച്ച വന്നപ്പോൾ അയ്യോ ഉടമ്പടി തൈലം തേച്ചതാണല്ല, ഒന്ന് നോക്കിയേക്കാം. അതിൻ്റെ കൊച്ചു വെട്ടി വേർതിരിക്കണം. അതായത് അമ്മ ഇത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സത്യമായിട്ടും. ഇത് കൃപാസന അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നവരെ സാക്ഷ്യത്തിന് ഒരു പഞ്ഞുമില്ല, അത് എടുക്കണവരെ ഈ സമം പോകും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക? കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊഫസർ, മെനിയെന്നൊരു കോളേജ് പ്രൊഫസർ, ചെറുപ്പക്കാരനാണ്, ചുള്ളൻ, ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സാക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങേര് അമ്മയോട് പറഞ്ഞു, അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പണിയില്ലേ. നോക്കി ഉള്ളതുപോലെ പറയണം, ദൈവത്തോടൊക്കെ പറയണം. അങ്ങനെയാണ് നമ്മുടെ സ്വന്തം പോലെ പറയണം. അതൊരു ദൈവസ്നേഹമാണ്, അതൊരു വിശ്വാസമാണ്. അല്ലാതെ നമ്മൾ ദൈവത്തോട് പറയണം സാങ്കേതികമായിട്ടൊന്നും പറയാം. അമ്മേ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് കിട്ടത്തില്ല, ജോലിയില്ലെങ്കിൽ. അതാണ് പ്രശ്നം, ഉള്ളതുപോലെ. അപ്പോൾ ഉടനെ അവൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ മൊബൈലിൽ അമ്മ ഒരു ലിങ്ക് ഇട്ട് കൊടുത്തു. കോളേജിലേക്ക് ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുകയാണ്. ഉടനെ ഇവിടുന്ന് തന്നെ നേരെ കോളേജ് ഇൻ്റർവ്യൂവിന് പോയി. ആ കളമശ്ശേരി സെൻറ്റ് പോൾസിൽ ചെന്നപ്പോൾ അവനെടുത്ത് അവിടെ പ്രൊഫസറുടെ എടുത്ത് ബിബോക്കിൽ പ്രൊഫസറായിട്ട് എടുത്ത്. അതൊരു പുതിയ കോഴ്സാണ്. അപ്പോൾ മാനേജർ പറഞ്ഞ് 8,000 രൂപയെ കിട്ടത്തുള്ളൂ കേട്ടോ, ഇതൊരു പുതിയ കോഴ്സാണ്, ഇത് സ്വയാശ്രയം മോഡലിൽ ചെയ്യുന്നതാണ്, കുട്ടികളിൽ നിന്ന് പിരിച്ചു വേണ്ടി നിങ്ങൾക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോലിക്ക് കയറി. ഏതായാലും ജോലി കയറണമല്ല, ഒരു മര്യാദയല്ലേ, ദൈവം തന്നതല്ലേ, ഇവിടെ വെച്ച് അമ്മയുടെ മണ്ണി വെച്ച് വന്ന വിളിയല്ലേ, അപ്പം അമ്മ കൊടുത്തായിരിക്കുമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് 8,000 രൂപയ്ക്ക് അവന് പ്രശ്നമില്ല. എന്നിട്ട് അമ്മയുടെ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ അമ്മ 1 കൊല്ലേ നിൽക്കത്തുള്ളൂ കേട്ടാ. അതാണ് ഞാൻ 1 കൊല്ലം, എനിക്ക് 1 കൊല്ലം 8,000 രൂപ അമ്മ തന്ന ജോലി ആയതുകൊണ്ട് കയറണം, എനിക്കൊരു 40 രൂപയെങ്കിലും തരണം, അല്ലെങ്കിൽ എനിക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ച് ഈ ബിബോക്കുകാരെല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഒരു എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കൂട്ടുകയാണ് 43,000 രൂപയെന്ന്.
യേശുവേ നന്ദി. എന്നെ നമ്മൾ എവിടെ ജീവിക്കണമെന്ന് പോലും അറിയാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയങ്ങൾ അതിൻ്റെ മുഴുവൻ വെയിറ്റ് ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് ആനുപാതികമായിട്ടാണ് ഹെൽപ്പ് ചെയ്യണത്. ആ പ്രൊഫസർ അമ്മയുമായിട്ട് വളരെ കമ്പനിയാണ്, ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം ഇതാണ്: കൃപാസന മാതാവിൻ്റെ യഥാർത്ഥ കൃപാസന, ഇത് വിമലഹൃദയമാണ്. സഭ കൃപാസന മാതാവ് എന്ന് പറയുന്നത് ക്ലോക്കാണ്. ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ക്ലോക്ക്. അത് സഭ അംഗീകരിക്കാനാണ് ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണത്. അംഗീകരിക്കണ വരെ നമ്മൾ ചെല്ലുകയും അതുവരെ അമ്മ അടയാളം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പ്രൊഫസർ കിടന്നുറങ്ങിയപ്പോൾ വത്തിക്കാൻ്റെ പ്രധാന അൾത്താരയിൽ മുകളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ കൃപാസന മാതാവ്, താഴെ മാർപ്പാപ്പ നിന്ന് കുർബാന അർപ്പിക്കുന്നത്. ഇത് ഒരു രാത്രിയിൽ ആ മനുഷ്യൻ കണ്ടൊരു സ്വപ്നമാണിത്. നമ്മൾ സ്വപ്നം കാണത്തില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം, ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം കണ്ടിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കണത്? ഭർത്താവും കിടന്നുറങ്ങണം, ഭാര്യയും കിടന്നുറങ്ങണം, ഇവർ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വപ്നത്തിന്. നമുക്കിതൊന്നും വിശദീകരിക്കാൻ പറ്റണില്ല. ആ സാക്ഷ്യങ്ങളൊന്നും കേട്ടേ, ഭർത്താവും ഭാര്യയും ഒരേ ദിവസം ഒരേ രാത്രി ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടിരിക്കണം. ഇതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോവുകയാണ്. ദൈവം കൽപ്പിച്ചു കൂട്ടി ഇറങ്ങി തൻ്റെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന അതിശാസ്ത്രീയമായ ഒരു കാലം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. അപ്പോൾ എല്ലാം നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. മഞ്ഞുരുകുമ്പോൾ മഞ്ഞ കാണാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാട്, അല്ലേ? അതിപ്പോൾ ഈശോ തന്നതാണ്. മഞ്ഞുരുകുമ്പോൾ നിൻ്റെ മഞ്ഞ് ഞാൻ ഒരുക്കും, അപ്പോൾ നീ മഞ്ഞ കാണും. അതാണ് കോളേജ് പ്രൊഫസർ സംഭവിച്ചത്. ഈ മഞ്ഞയാണ് കലശത്തിലെ കൃപാസനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം കർത്താവ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു പ്രൊവിഷനാക്കി, സാധ്യതയാക്കി മാറ്റിയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ ഇനി രണ്ടാമത് സംഭവം ഉടമ്പടി പ്രകാരം വാഗ്ദാന പേടകത്തിലുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതെന്താണ്? അത് ഹെബ്രായർ 9:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും. രണ്ടാമത്തെ സംഭവം എന്താണ്? അഹറോന്റെ തളർത്ത വടി. അതെന്താ സംഭവിച്ചത്? അഹറോന്റെ തളർത്ത വടിയുടെ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് എടുത്ത് അഹറോന്റെ വടി എങ്ങനെയാണ് തളർത്തതെന്ന് കാണാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 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 സംഖ്യ 17:7-8 തിരുവചനങ്ങൾ. സംഖ്യ 17:7-8. സാക്ഷി കൂടാരത്തിൽ സാക്ഷി കൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അഹറോന്റെ പൗരോഹിത്യത്തെ കുറിച്ച് സംശയം വന്നപ്പോഴേ മോസസിന്റെ ഭാര്യ കലാപക്കുഴ ഉയർത്തി, അഹറോൻ പുരോഹിതനല്ല,
അയാളുടെ പോലെ കഴിവ് എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ വനിതാ പൗരോഹിത്യത്തിന് വേണ്ടി മോസസിൻ്റെ ഭാര്യ കലാപക്കൊടി ഉയർത്തി. പക്ഷേ എന്താ പറഞ്ഞാൽ ആ കാലങ്ങളിൽ തന്നെ അഹ്റോന് കൊടുത്തിരുന്നത് വരവാണ്, പൗരോഹിത്യ വരമാണ്. ആ ലേവ്യ ഗോത്രത്തിലുള്ളതാണ്. അപ്പോൾ ആ വരം ദൈവം തിരിച്ചെടുത്തില്ല. അപ്പോൾ മോസസ് വൈഫിനെയും തള്ളിക്കളയരുത്, കുടുംബകലഹം ഉണ്ടാവും അല്ലേ. അമ്മായിയപ്പൻ ജത്രോയൊക്കെ കാല് വാരുകയാണെങ്കിൽ പിന്നെ പണിയായിരിക്കും. അപ്പോൾ അമ്മായിയപ്പനും ഒപ്പിക്കണം, വൈഫിനും ഒപ്പിക്കണം, മാനുഷികമായ കുറേ ഒപ്പിക്കലുണ്ട്. വന്നപ്പോൾ മോസസ് ഉപ്പുപ്പം കളത്തിലായി. അയാൾ പറഞ്ഞു, ഞാനായിട്ട് മറുപടി പറഞ്ഞില്ല അല്ലേ, ഞാൻ പറഞ്ഞ വാപ്പ ഉമ്മനെ തല്ലും അല്ലെങ്കിൽ പട്ടി കളച്ച ദിനമെന്ന് പറഞ്ഞാൽ ഉപ്പുപ്പം കളത്തിലായി. അപ്പോൾ മോസസ് പറഞ്ഞു, ഒരു ശരി, കർത്താവ് തീരുമാനിക്കട്ടെ. കർത്താവ് അല്ലെങ്കിൽ വേറെ എന്തിനാണ് അമ്മായിയപ്പൻ്റെ കൈ മേടിക്കണത്, വേറെ എന്തിനാണ് വൈഫിൻ്റെ വായിരിക്കണ കേൾക്കണത്. അതുകൊണ്ട് മോസസ് പറഞ്ഞു, കർത്താവേ ഈ വിഷയത്തിൽ ഇടപെടണം, ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്. കാര്യം എൻ്റെ വൈഫും മുറ്റാണ്, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹ്റോന് പൗരോഹിത്യം നീയല്ലേ കൊടുത്തത്, അപ്പോൾ നീയാണ് കൊടുത്തതെങ്കിൽ നീ അത് തെളിയിക്കണമെന്ന് പറയും. അപ്പോൾ സാക്ഷ്യ കൂടാരത്തേക്ക് വിളിച്ചിട്ട് പറയും, മോസസ് പറഞ്ഞു, നീ കുറേ കരിഞ്ഞ വടിയെ കണ്ട് വെക്കാൻ പറഞ്ഞു. ഉണങ്ങിയ വടിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് 12 വടി വെച്ച്, എന്നിട്ട് രാവിലെ ഏത് വടിയാണ് തളർക്കണത് അതാണ് കർത്താവിൻ്റെ അടയാളം എന്ന് പറഞ്ഞപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി കർത്താവ് തൊട്ട്, അത് പൂത്ത് ബദാം കായ്ച്ച് കിടന്ന് കൈയിട്ടിച്ച് കർത്താവ്. അപ്പോൾ ഈ അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് പല ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം അതാണ്. പല ആൾക്കാർ ഉണങ്ങിയ കമ്പ് ബദാം കായ്ക്കും. അതാണ് ഈ പച്ചത്തിരി എന്ന് പറയണത്. ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ച എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നാണ് ഉടമ്പടി പുസ്തകം എഴുതിയത്, ആദ്യത്തെ ഉടമ്പടി പുസ്തകം എഴുതുന്നത്. അപ്പോഴമ്മ ഈ പച്ച എന്ന് പറയുന്നുണ്ട്, തിരി പച്ച. അയ്യോ, എനിക്ക് എൻ്റെ ബിഷപ്പിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഇതുപോലെ. അപ്പോൾ പിതാവ് പറഞ്ഞ്, ഇങ്ങനെ പച്ച നീലയൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്, വെള്ളത്തിരി കത്തിച്ചാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളത്തിരി പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ കത്തിക്കുന്നുണ്ടല്ലോ, ഉടമ്പടി തിരിവായിട്ട് അത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിന് ഉടമ്പടിയുടെ ഇംപ്ലിക്കേഷൻസാണ് ഉള്ളതെന്ന് പിതാവിനോട് ഞാൻ പറയുന്നു. പിതാവ് അപ്പം ഏറെക്കുറെ എന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല പിതാവ്. അപ്പോൾ അത് പിതാവ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോഴെന്താ സംഭവിച്ചത്? പച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയുടെ ഒരു വാഗ്ദാനത്തിൻ്റെ കളറാണ് പച്ച. ഈ കരിഞ്ഞ് കിടന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടത് എന്താണ്? IVF. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, IUF ആദ്യം എടുത്ത് കൊച്ചുങ്ങൾ ഉണ്ടാകണില്ല. പിന്നെ IVF എടുത്തു, കൊച്ചുങ്ങളുണ്ടാവണില്ല. പിന്നെ ഈ ശാസ്ത്രത്തിൽ എന്താ മാർഗം? ഒരു മാർഗവും ഇല്ല. പിന്നെ എന്താ മാർഗം? ഉടമ്പടി എടുത്തപ്പോൾ കുട്ടികളുണ്ടായി. അതെന്താണ്? ഉണക്കക്കമ്പ് ബദാം പോലെ കായ്ച്ചു കൈയിടിച്ച് കർത്താവ്. അപ്പം ഉണക്കക്കമ്പെന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ശാസ്ത്രത്തിന് പ്രത്യാശ പോയി അവിടെ. അത് ബേസിക്കായിട്ട് അത് ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷെ കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ കർത്താവ് എന്താ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ഈ കല്ലിൽ നിന്ന് അതൊരു എബ്രാഹത്തിൻ്റെ സന്ധി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കർത്താവ്. ആരാധന ആരാധന യേശുവേ ആരാധന. മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓർക്കേണ്ട ഒരു വിഷയം എന്താണ്? ദൈവത്തിന് എബ്രാഹാം പോലും വേണ്ടെന്നുള്ളതാണ്. എബ്രാഹത്തിൻ്റെ സന്ധികളെന്ന് വേണമെന്ന് പറഞ്ഞാൽ എബ്രാഹത്തിൻ്റെ രക്തത്തിലല്ലാത്ത കുഞ്ഞുങ്ങളെ എബ്രാഹത്തിൻ്റെ പേരിൽ പോലും ഈ കല്ലിൽ നിന്ന് ജനിപ്പിക്കാൻ കഴിയുള്ളവനാണ് നിൻ്റെ ഉടമ്പടിയുടെ കർത്താവായിട്ട് നിൽക്കണത്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സാധ്യത, ചോര വിയർക്കുമ്പോഴും മരണം മണുക്കുമ്പോഴും കർത്താവ് മറക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഫാദർ, ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. പിതാവേ, അങ്ങേക്ക് എല്ലാം
ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 14:36. അവൻ പറഞ്ഞു ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ അനന്ത സാധ്യതയിൽ നിന്ന് മരണം മണക്കുമ്പോഴും ചോര വിയർക്കുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ അനന്ത സാധ്യത. ഉടമ്പടി കാലുറപ്പിച്ചിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ അനന്ത സാധ്യത നമുക്ക് വാഗ്ദാനമായി തന്ന സുവിശേഷ ഭാഗ്യങ്ങളിലാണ്. കൈയിടിച്ച് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഇവിടെ ആയിരിക്കുന്നവിടമേലും അങ്ങ് അകലെ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഓൺലൈനിലായിരിക്കുന്നവർ, ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഓൺലൈനിൽ ഉടമ്പടിച്ച് എടുത്തിരുന്നുകൊണ്ട് ആരാധന കൂടുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തെ സ്പർശിക്കണമേ, വിവിധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, മാറാത്ത രോഗങ്ങളെ സ്പർശിക്കണമേ, തീരാത്ത വ്യാധികളെ സ്പർശിക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ അവരെ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം ആന്തരിക അവയവങ്ങളിലെ എല്ലാ പേശികളിലും കൊശങ്ങളിലും അസ്ഥികളിലും പല്ലുകളിലും എവിടെയാണ് രോഗമുള്ളത്, എവിടെയാണ് സിസ്റ്റം ഉള്ളത്, എവിടെയാണ് ക്യാൻസർ ഉള്ളത്, എവിടെയാണ് സ്വെല്ലിംഗ് ഉള്ളത്, നീരുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിസ വന്നിട്ട് അക്കോമഡേഷൻ കിട്ടാത്തവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് വന്ന് തോറ്റുപോയവർ, അവരടുത്ത നടപടിയിൽ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി, സാമ്പത്തിക ക്ലേശങ്ങളിലും ജപ്തിയിലും വന്നിരിക്കുന്നവർ, വ്യാപാര വ്യവസായങ്ങളെല്ലാം വരുമാനമില്ലാതെ തകർന്ന് പോയവർ, കൊടിയ മനക്ലേശങ്ങളിലും ഡൈവേഴ്സിലും ഒക്കെ ചെന്ന് പെട്ടിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിലും ഭ്രാന്തിലും ഡിപ്രഷനിലും ഒട്ടിസത്തിലൊക്കെ ചെന്ന് വല്ലാതെ അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ആ മക്കളെ സ്പർശിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടത്തി ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദകൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമേ